സംഭവമൊക്കെ ശരി തന്നെ. ഇങ്ങനെ 2 സെന്റ് കയറ്റിയാണ് അടിച്ചിരിക്കുന്നത് കുറ്റി, കല്ലിട്ടിക്കുന്നത്. അയാൾ ഒരു നിവർത്തിയില്ലേ, ഒരു പിടിക്കും തരണില്ലെന്നേ. ഒന്നാമത് നല്ല പാർട്ടിയിൽ നല്ല സ്വാധീനം, എല്ലാവരുമായിട്ട് നല്ല കണക്ഷനുമാണ്. അതാണ് ഒരേ പാർട്ടി ആയിപ്പോടാ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ അതാണ് ഒറ്റ പാർട്ടി. ഈ മറു പാർട്ടിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഒരേ പാർട്ടി എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പാർട്ടിപരമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് തോന്നി. എന്താ അമ്പിളിക്കുട്ടായി പറയുന്നത്? പാർട്ടി സ്വാധീനമുള്ള ആളാണ്, കഴിവുള്ള ആളാണെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുക. അപ്പം എൻ്റെ 2 സെന്റ് സ്ഥലം പൊക്കോട്ടെ എന്നാ പറയുന്നത്. അതല്ല മാമ, അതിന് വേറെ എന്തെങ്കിലും വഴി നോക്കണം. പാർട്ടിപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കണത് നമുക്കിതൊന്ന് അളന്നെടുത്ത് മാർഗം പറ്റില്ല നമുക്ക്. അതായത് ഈ രാമേന്ദ്രൻ എന്ന് പറയുന്ന തെണ്ടിയുടെ സ്ഥലം മുഴുവൻ അളക്കുക. അപ്പൊ അവന്റെ ആധാരത്ത് കൂടുതലായിട്ട് ഇതും കൂട്ടി അളന്ന 2 സെന്റ് കാണില്ലേ? അപ്പൊ നമുക്കത് തിരിച്ചെടുക്കാലോ. അത് മാമൻ പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർ ഒരു അപേക്ഷ കൊടുത്താൽ മതി. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. തിരിച്ച് അവർ അതുപോലെ ഒരു കേസ് ഇങ്ങോട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാമന്റെ ഇത്രയും അളക്കണ്ടേ. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. ആ കള്ളൻ എന്തറിയോ, ഇത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിന് ആധാറില്ല എന്ന് അറിഞ്ഞിട്ടാണ് എന്റെ സ്ഥലം പറഞ്ഞുകൊണ്ട്. മറ്റേ ഇതിനറിയാം, അതാണ് പ്രശ്നമായി. ഇനിയിപ്പൊ എന്തായാലും വേണ്ട, എനിക്ക് എന്റെ 2 സെന്റ് സ്ഥലം കിട്ടി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എത്ര ചീര നടന്ന സ്ഥലം അറിയാം. വെള്ളം വെച്ചിട്ട് കാര്യമില്ലെന്നേ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നമുക്ക് ആലോചിക്കാം. ഇത് മാത്രമല്ല, വേറെ പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ എനിക്ക് സ്ഥലം കിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലെ കടന്നിക്കാവും. ഞാൻ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാം. നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ? വെള്ളത്തിന്റെ ഈ 2 സെന്റ് വസ്തുവിന്റെ കാര്യം അതിന്റെ ഒക്കെ ഞാൻ ആക്കി വെച്ചേക്കായിരുന്നു. നീ പ്രത്യേകിച്ച് ആക്കിയത് അല്ല, അതെനിക്ക് മനസ്സിലായി. അവിടെ കിടന്ന കല്ലെടുത്ത് മാമ എന്തിനാ ഇവിടെ ഇട്ടത്? ഞാൻ എന്റെ സ്ഥലത്ത് കിടക്കുന്ന കല്ലിന് ഞാൻ ഇപ്പൊ ഇടേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ കിടന്നല്ലേ അത്. ഞാൻ ചോദിച്ചോട്ടെ, അത് നമ്മള് ഈ പറഞ്ഞ മാമന്റെ പേരോടെ അളന്ന് നോക്കുമ്പോൾ അറിയാം 2 സെന്റിനകത്ത് ഇല്ലെന്ന് മനസ്സിലാവും. അതൊക്കെ എനിക്കറിയാം. അത് ഞാൻ പോയി അളന്ന് നോക്കിക്കോളാം. ആദ്യം അവൻ പോയി അവന്റെ പ്രമാണം എടുത്തോണ്ട് നടക്കട്ടെ. അപ്പൊ അതിലുണ്ടെന്നറിയാലോ. അതല്ലല്ലോ അതിന്റെ ഒരു രീതി. നമ്മളിപ്പോ 2 സെന്റ് ഇപ്പൊ ഇത് മാമന് പൈസ കൊടുക്കാനുള്ള ആളാണല്ലോ ഇത് എടുത്തോളാൻ പറഞ്ഞു. എനിക്ക് അവൻ പണ്ട് പൈസ തരണ്ടെന്ന് വെച്ചോ. അല്ല, ഗോപാലൻ എനിക്ക് പൈസ തരാനുള്ളതിന് തന്നതാന്ന് രാമേന്ദ്രൻ അനക്ക് അറിയാലോ. പിന്നെ എന്തിനാ വെറുതെ നീ വണ്ടി മേടിക്കുന്നത്? എനിക്കറിയാം, പക്ഷെ ഞാൻ അതിപ്പോ പറയുന്നില്ല. മാമ, അത് എത്ര വർഷമായ കാര്യം, എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമില്ല. അമ്പളിക്കോട്ട, ഞാൻ ഇത്ര നേരം ക്ഷമിച്ചത് ഞാനും എന്റെ മരുവനും കൂടെ തോന്നുന്നു ശരിയാക്കിയത്. എന്റെ മരുവന് നീ ഒരു പാർട്ടിക്കാരായതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ക്ഷമിച്ചത്. ഒരേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെ സൈഡായി? ഞാൻ ആരെ സൈഡ്? ഞാൻ സത്യത്തിന്റെ സൈഡാണ്. നീ സത്യന്റെ സൈഡാ, നസീറിന്റെ സൈഡ് ആയിക്കോട്ടെ. ഞാൻ ജോസ് പ്രകാശിന്റെ സൈഡാണ്. ഇറങ്ങടാ വെളിയില്, ഇറങ്ങടാ വെളിയില്. സോമാറ്റിക്കല് കേട്ടാ. എടാ ഞാൻ ഇവിടെ ഏതാണ്ട് ഇത്രയും പൊക്കത്തില് കരിങ്കല്ല് മതിൽ കെട്ടാൻ പോവുകയാണ്. ഇവിടെ ഇത്തരം നീ നിനക്ക് വെള്ളം എവിടെ കിട്ടും? നിനക്ക് ഒരു തുള്ളി വെള്ളം കിട്ടൂല. നീ അപ്പുറത്ത് പോകണമെങ്കിൽ ഹെലികോപ്റ്റർ വിളിച്ച് അപ്പുറത്ത് കടന്നു പോകും. വേല എന്തായാലും ഉണ്ടടാ. ഇത് കാണിക്കുന്നത് മോശമാണ്. ആൾ സ്വാധീനം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിരുത്തി ഇങ്ങനെ കാണിക്കുന്നത് മോശമാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, അത് കനക എന്റെ സ്ഥലത്ത് ഈ ആവശ്യമില്ലാത്ത പണിക്കരുത്. ഇതൊന്നും മതിൽ കെട്ടണം, ഞാനൊന്ന് കാണട്ടെ. മതില് കെട്ടുകൂടാ. ഒരു കാര്യം അമ്പളിക്കൂട്ടാ. കനക, നിങ്ങൾ രണ്ടൊരു സാക്ഷിയായിട്ട് വന്നോ. ഞാൻ ഈ 2 സെന്റിന് മാന്യമായ ഈ നാട്ടിൽ കാണുന്ന തുച്ഛമായൊരു വിലയും കൊടുക്കും. അവയും എഴുതി തരട്ടെ. തുച്ഛമായ വില? പിന്നെ എടാ തുച്ഛം എന്ന് പറഞ്ഞു പരിചയടാ പുല്ലേട്ടാ. തുച്ഛം എന്ന് പറഞ്ഞാൽ നല്ല വില. എന്ത് നല്ല വില? ഭയങ്കര വില. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലത്തിന് പിന്നെ ഞാൻ എന്തിനാണ് എനിക്ക് കാശ് തരുന്നത്? തുച്ഛം എന്ന് പറഞ്ഞാൽ അതിലും വലിയ വിലയല്ലേ? എന്ത് വലിയ വില? വെറുതെ വേഷം കെട്ട് കളിക്കാണ്ട് നീ ആ സ്ഥലം വിട്ടു തന്നോ? ഈ കല്ലെടുത്ത് മാറ്റിക്കോ, അതാ നല്ലത്. പറ്റൂല. വഴക്കിന് പോയിരിക്കുന്നതല്ലേ നല്ലത് നമുക്ക്. എടേ കനക, ഇത് വഴക്കൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞ ഇത് എന്റെ സ്ഥലമാണ്. ഇത് ആരും കൊണ്ടുവന്നില്ലല്ലോ. എടേ ആരും കൊണ്ടുവന്നില്ല, ഞാനും കൊണ്ടുവന്നില്ല, അവനും കൊണ്ടുവന്നില്ല. ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരുന്നത്. എനിക്ക് എന്റെ പിള്ളേർക്കുള്ളതാ. എനിക്ക് അത് മുള്ളാരി എനിക്ക് എന്റെ പെങ്ങളുടെ കുട്ടികളുടെ അവർക്കുള്ളതാണിത്. അവരങ്ങനെ അമ്പളിക്കുട്ട കനക, എനിക്ക് പറയാനുള്ള മുഴുക്ക പറഞ്ഞു കഴിഞ്ഞ് കേട്ടാ. നീ സമയമുള്ളപ്പോ വീട്ടിലോട്ട് വാ. നീ പോടാ പുല്ലേ. ഒരു കാലത്തും ഗുണം പിടിക്കില്ല. മതിൽ കെട്ടണമെങ്കിൽ ഏകദേശം ചാവണം. നെഞ്ചത്ത് വെക്കാം. അപ്പൊ എനിക്ക് 5 കല്ല് ഒരു കാലത്തും എന്റെ പൊന്നു കല്ലേ. ഈശ്വര, അങ്ങനെ നില്ല്. ഇന്ന് ഇത് 2-ലൊന്ന് നടപ്പിലാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. സംഗതിയേ എടേ, ഞാൻ അവിടെ എൻ്റെ പെണ്ണും പിള്ളേരെ മുമ്പ് ഇരുന്ന് ഇത് വേണ്ട നാറ്റക്കേസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ പിള്ള അനുഭവിക്കേണ്ട ഈ 2 ഏക്കർ അതിലെ 2 സെന്റാണ് ഇവിടെ ഇപ്പോൾ മാറിക്കിടക്കുന്നത്. അതങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുമോ? പിന്നെ ഒരു കാര്യം, ഇത് സക്സസ് ആയി കഴിഞ്ഞ് എല്ലാം നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, ഗംഭീര പാർട്ടിയാണ് എൻ്റെ വക. പാർട്ടി നടത്തണം അല്ലേ? ഈ രാമേന്ദ്രൻ ആരെന്നാണ് അവൻ്റെ വിചാരം?
നമ്മളെടുത്താ കളി, നമ്മൾ എന്തെല്ലാം കളി കളിച്ചിരിക്കണേ. പിന്നൊരു കാര്യം, ടോർച്ച് എടുത്താ ഉണ്ടാ, പിന്നെ ഇങ്ങോട്ട് ഇടത്, ടോർച്ച് എടു. ഒരു കാര്യം, ബാബുക്കൂട്ട അവിടെ നോക്കിയോ, ചേട്ടാ ശ്രദ്ധിച്ചോ. അൻസാറേ, കല്ല് തപ്പ്. എടാ പുല്ലേ, കല്ല് അറിയാമെങ്കിൽ പിന്നെ ഞാൻ നിന്റെ അടുത്ത് പറയാം, തപ്പാൻ ടോർച്ച് അടിച്ച് നോക്ക്. നീ അങ്ങോട്ട് നോക്കടാ. 10 പേരുള്ള രാവണൻ്റെ അടുത്ത് അയാളെ കളി, ഇന്നത്തോടെ അവൻ്റെ ഏർപ്പാട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെതറ് നോക്കി, ഇവിടെ കിടന്ന് നോക്കണേ. അൻസാറേ, കിട്ടിയ കല്ല് കിട്ടിയത് നിങ്ങൾ അവിടെ നോക്കിക്കോ. എടാ കല്ലാണ് കിട്ടിയത്. കല്ല് കിട്ടിയടാ, കല്ല്. നീ ഇങ്ങോട്ട് പിടിച്ചോ. നീ എന്താ കാണിക്കണത്? എടുത്തിട്ട് അടങ്ങി നില്ല്. ടോർച്ച് ഓഫ് ചെയ്യട്ടാ. ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ, ഓഫ് ചെയ്തോ. മറിക്കോ. പരിക്കില്ല, വലിയ പരിക്കില്ല കേട്ടാ. സാറേ, എന്നെ നീ ബാക്കിൽ നിന്നിട്ടൊന്ന് പിടിച്ചോ. ഓക്കെ, പിടിച്ചോണേ. ഓ വലിച്ചൂരളിയാ. വെയിറ്റുണ്ടേ. ഇങ്ങോട്ട് മാറി, ഞാൻ ഉരുളിയാ. ഊരില്ല, ശ്രമിച്ചോട്ടെ. ഈ ടോർച്ച് ഇങ്ങനെ അടിച്ചോ. ഇളകിയിരിക്കുക, വലിച്ചും കിടക്ക്. ഇളകിയിരിക്കാൻ പറഞ്ഞോ, അതാണ് വലിച്ചു പിടിക്കുന്നത്. അടിയിൽ ആരോഗ്യം പിടിച്ച് അങ്ങോട്ട് വലിക്കും പോലെ തോന്നും. ചെളി, ഇതെല്ലാം ചെളി തന്നെ നമ്മൾ കാണിക്കണം. പുല്ല്, നീ എന്തിനാ എന്റെ മുഖത്ത് ടോർച്ച് അടിക്കണം? ടോർച്ച് ഞാൻ വഴി പോക്കാം, മൂത്രം ഒഴിക്കാൻ. പരിപാടി മൂത്രം ഒഴിക്കാൻ എന്താണ് നീ കല്ലൂരുന്നേ? കല്ല നീ മൂത്രത്തിൽ കല്ല് കല്ലൂരുന്നതിനാ ഇടറ കല്ല്. കല്ലിട അവിടെ കല്ലിട്ടില്ല. തങ്കം, തങ്കം ഇറങ്ങി വന്ന ഇങ്ങോട്ട്. മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട്. സാറല്ലേ, പ്രമുഖം ഇല്ലേ ഇവിടെ? ഉണ്ടോ? ഓ അത് ശരി, എങ്കിൽ വിളി. ബാത്റൂമിലാന്ന് തോന്നുന്നുണ്ടാ. ക്ലീറ്റോ, ക്ലീറ്റോയെ, ഉറക്കെ വിളിക്കുന്നേ. ക്ലീറ്റോ, എന്താന്ന്? ബാത്റൂമിൽ നീ പോയി. ഇങ്ങനെ വിളിച്ച അവൻ കേൾക്കൂല. അവൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇറങ്ങി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ പോകണം. അവിടെ പോയിട്ട് ഉറക്കെ വിളിക്കണം, ക്ലീറ്റോന്ന്. അപ്പൊ അവിടെ ഇറങ്ങി വരും. എന്ത്? എവിടെ പോയി ക്ലീറ്റോ? നിന്റെ കൂടെ കിടന്നു തുടങ്ങി. നീ അറിഞ്ഞില്ലേ ഇറങ്ങിപ്പോയത്? ഇറങ്ങിപ്പോയാ? അവൻ ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയി. എന്തിന്? എവിടെ? ആ 2 സെന്റ് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അമ്മാവന്റെ ചീരത്തോട്ടം. എനിക്കൊന്നും മനസ്സിലാവണില്ല, എന്താന്ന് പറയ്. എടി, ഇന്നലെ രാത്രി അമ്മ ഇറങ്ങിപ്പോയി, നീ അറിയാതെ. അവന്റെ അണികളുമായിട്ട് അമ്മാവന്റെ പെരടത്തിൽ പോയിട്ട് 2 സെന്റ് വെട്ടി പിടിക്കാണ്ട് കല്ല് മാറ്റിടാൻ പോയി. ആ തോക്ക് രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അവരുടെ ആൾക്കാരുമായിട്ട് അടിയായി. അവർ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. എന്റെ ദൈവമേ, എന്തെങ്കിലും ചെയ്യടാ കനക. ഞാനെന്ത് ചെയ്യാ? ചെല്ലടാ, ഒന്ന് വിളിച്ചിട്ട് എടാ, എന്താണ് ദുഷ്ടത്തരം ചെയ്യട്ടാ? ഞാനെന്ത് ചെയ്യാനടി? എടാ, അമ്പിളിക്കുട്ടൻ എന്നോട് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചു. എന്തിനാടാ ദുഷ്ടത്തരം പറയല്ലേടാ കനക? അമ്പിളിക്കുട്ടനെ വിളിച്ചിട്ടുണ്ട്, എന്താവെന്ന് അറിഞ്ഞൂടാ. എന്റെ ദൈവം, ഈ ക്ലീറ്റോനെ കൊണ്ട് വലിയ ക്ലീറ്റോ, എന്താണേ ഇത് എവിടെയായിരുന്നു ക്ലീറ്റോ? നിങ്ങൾ എപ്പോ എഴുന്നേറ്റ് പോയി എന്റെ അടുത്ത് വന്നു? ഞാൻ എപ്പോ പോയി എന്താ പോയി എന്നുള്ള കാര്യം നീ അറിയണ്ട. ഞാൻ പോയി. ദൈവം തമ്പുരാനെ, ഇത് നോക്കിക്കേ. ചുമ്മാ റെഡി, അതൊന്നും ഒന്നുമില്ല. നോക്കട്ടെ. ചതഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഇരുന്നാണ്. ഒന്നുമല്ല, ഞാൻ തറവാട് വരെ ഒന്ന് പോയി വന്നു, അത്രേ. ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷൻ തറവാടാ. ആ കേട്ടാ. വല്ല കാര്യം ഉണ്ടായിരുന്നടാ ഈ രാത്രി പോയി കിടന്നിട്ട് ഈ പണി ഒപ്പിക്കാനായിട്ട്? കിട്ടിയല്ലോ ആവശ്യം പോലെ. എന്താ കാണാനുണ്ടോ മുഖത്ത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ സെല്യൂട്ട് അടിച്ചാ വിട്ടത്. അതാണ് പറഞ്ഞത് കാണാനുണ്ടെന്ന്. എടാ, ഇതല്ല. പിന്നെ ഇത് അവന്റെ മറ്റേ തോക്കുകാരുണ്ടല്ലോ, അവന്റെ ടീമുമായിട്ട് ചെറിയൊരു ഒന്നും തള്ളും. അപ്പോൾ എങ്ങോട്ടോ ചെന്ന് തല ഒരു ഇത് അടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ വലിയ വർത്താനൊന്നും പറയല്ലോ. നീ അമ്പിളിക്കുട്ടനെ കൂടെ ചെന്നിട്ട് ഇപ്പൊ അന്തോ അങ്ങോട്ടങ്ങ് ചെയ്ത് കളയുന്ന ഞങ്ങൾ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി. ഇനി എന്ത് വേണം ഞങ്ങൾ തീരുമാനിച്ചോളാം. പോയി കുളമാക്കിയല്ലോ നീ? പിന്നെ ഒരു കുളമാക്കിയില്ല. ഞങ്ങൾ അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ ചെയ്യും. എന്നിട്ട് എന്തായി? നീ നോക്കിക്കോ. ഞാൻ മര്യാദക്ക് ഞാനും അമ്പിളിക്കുട്ടനെ പോയി കണ്ടതാണ്. കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അവരോട് സംസാരിച്ചു.
അപ്പൊ ഇനി എന്താ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് നിങ്ങളെ നീ പോയി കൊള്ളാക്കണം. എവരിനി പോയി നാളും തീയതിയൊക്കെ കുറിച്ച് ജോത്സ്യനെ കണ്ടു വരുമ്പോ അവിടെ മതിലും കെട്ടി ആണുങ്ങൾ കൊണ്ടുപോകും സാറേ. മതിൽ കെട്ടാൻ ഞങ്ങൾ പിന്നെ നിങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഇപ്പൊ അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. എന്ത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വഴക്ക് പിടിച്ചിട്ട് എന്താ കാര്യം? ഇത് നമ്മുടെ കുടുംബത്തെ ഒരു കാര്യമല്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ നിൽക്കേണ്ടത്? നിന്റെ കെട്ടിയാനത് തോന്നണ്ടേ? ആർക്ക്? എനിക്കാ? പിന്നെ അല്ലാതെ എടാ ഞാൻ ഇന്നലെ അമ്മാവിനോട് ഇറങ്ങി പോയപ്പോ നീ എന്റെ കൂടെ വന്നാ? എടേ അല്ലേ ഞാൻ കൂടെ വരണം നീ പറഞ്ഞ ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിനക്കിപ്പോ എപ്പോഴും അമ്പളിക്കുട്ടയില്ലാതെ നീ ഉറങ്ങൂലല്ലോ? അതാണ് കാര്യം. പിന്നെ അല്ലാതെ എന്നെ വിളിച്ചാ നീ എന്തിന് കല്യാണത്തിൽ പോണേ? പിന്നെ തുടങ്ങി എടാ ഇന്നലെ രാത്രി പോയപ്പോഴെങ്കിലും പറഞ്ഞില്ലല്ലോ. എങ്ങനെ ഞാൻ പറയാറ് പോകണ്ടെന്ന് പറയാറ്? ഏട്ടോ നിർത്തിക്കേട്ടോ. നീ എന്തി കിടന്ന് ഇങ്ങനെ കിടന്ന് ചാടണം എന്താ രണ്ടും കൂടി കിടന്ന്? നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? അവന്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുമോ? ഏട്ടന് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്ത് കുഴപ്പം? ഇപ്പൊ അവനും പോയി നിങ്ങളും പോയി. എന്നാ പിന്നെ രണ്ടുപേർ കൂടെ ഒരുമിച്ച് അങ്ങ് പോയി ചെയ്താൽ എന്താ കുഴപ്പം? അവനും കൂടെ തോന്നണമായിരുന്നു. അവനും കൂടി തോന്നുന്നു, നിങ്ങൾക്ക് തോന്നിയാൽ എന്താ കുഴപ്പം? ഏട്ടൻ വരും, ക്ലീറ്റോയും വരും. രണ്ടുപേരും കൂടി കുളിച്ച് മാറി ഉടുപ്പ് മാറ്റിട്ട് പോവാൻ നോക്ക്.